നേപ്പാളിൽ 20 കിലോമീറ്റർ AC കാറിൽ ലിഫ്റ്റ് അടിച്ച സ്റ്റോറിയാണ് ഇട്ടത്. അങ്ങനെ ഞാൻ ബുദ്ധ ചൗക്കിൽ കുറച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ 2 ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവരെവിടെ നിന്നാണ് മലയാളി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അവരെന്നെ ചായ കുടിക്കാനൊക്കെ വിളിച്ചിട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവരോട് സംസാരിച്ചിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങി. കുറേ ലിഫ്റ്റ് ചോദിച്ച് നടന്നിട്ടോ. ഒരു വണ്ടി പോലും നിർത്തിയില്ല. വലിയ ലോറികളൊക്കെ സെൻറ്ററിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ലോറി എന്തായാലും കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ ഏകദേശം 1 കിലോമീറ്ററോളം നടന്ന് നീങ്ങി. അപ്പം ഉണ്ട് ഒരു കാറ് വന്ന് നിർത്തുന്നു. ഞാൻ ലിഫ്റ്റ് ഒന്നും ചോദിക്കാതാണ് അവർ നിർത്തിയത്. അവർ ചോദിച്ചു, ബ്രോ ലിഫ്റ്റ് വേണോന്ന്, എവിടെന്നാന്ന് ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ ആ കാറിൽ 3 ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ ഫാമിലിയാണ്. എൻ്റെ ബാഗാണ് ഈ വലുതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇല്ല ബ്രോ, നിങ്ങൾ പോയിക്കോളൂ, എൻ്റെ ബാഗ് അത്യാവശ്യം നല്ല വലുതാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ വണ്ടിയിൽ നിന്ന് ആ ബ്രോൻ്റെ സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഡിക്കൊക്കെ ഓപ്പൺ ആക്കി തന്ന്, എന്നിട്ട് ഇവിടെ ബാഗ് വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 20 കിലോമീറ്റർ AC-ലാണ് കേട്ടോ യാത്ര ചെയ്തത്. അടിപൊളി ഫാമിലിയാണ് കേട്ടോ. My name is Sanket Tondon and she is my wife. Okay. And my former student. Okay. She is my sister. Okay. Namaste, this is Sikriti Tondon. Okay. And Hello, I am Suprema Boydua. നേപ്പാളിലെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് 20 കിലോമീറ്റർ AC-ൽ ഞാൻ ബുത്തുവാൾ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഞാൻ ലിഫ്റ്റ് ചോദിച്ചാൽ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ബസ് സ്റ്റാൻഡിലല്ല, ലോറിയൊക്കെ നിർത്തുന്ന ഒരു സ്ഥലത്ത് തന്നെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു പോയിട്ടോ. എന്നെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ സംഗീത് ബ്രോ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നേപ്പാളുകാരുടെ സ്നേഹം എന്താണെന്ന്. I just followed you. If any problem, then you can message me on Okay.